നമസ്കാരം. ശബരിമലയിലെ പുണ്യമായ മണ്ണിൽ നിന്ന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഹൃദയം നൊന്തുയരുന്ന ഒരു വിലാപവും അതിലേറെ ശക്തമായ പ്രതിഷേധവുമാണ് ഇന്ന് നമുക്ക് ചുറ്റും മുഴങ്ങുന്നത്. കാനനവാസനായ ആ മണികണ്ഠൻ ലോകത്തെമ്പാടുമുള്ള ഭക്തലക്ഷങ്ങൾക്ക് വെറും ഒരു പ്രതിഷ്ഠയല്ല, അത് സർവ്വതിന്മകളും ഇറക്കി വെച്ച് വ്രതശുദ്ധിയോടെ ഇരുമുടിക്കെട്ടും തലയിലേന്തി കല്ലും മുള്ളും ചവിട്ടി പടിയെത്തുന്ന ഓരോ ഭക്തന്റെയും ആത്മാവിന്റെ ഭാഗമാണ് സ്വാമി അയ്യപ്പൻ. അതേ ഭക്തർ തങ്ങളുടെ അധ്വാനത്തിന്റെ ഭീതത്തിൽ നിന്നും ആത്മസമർപ്പണത്തിൽ നിന്നും ആ പൊന്നുസ്വാമിക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ മേലാണ്, ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിലാണ് അധർമ്മത്തിന്റെ കൈകൾ പതിഞ്ഞിരിക്കുന്നത്. ഇത് കേവലം ഒരു മോഷണമോ സ്വർണ്ണക്കളയോ അല്ല, മറിച്ച് വിശ്വസിച്ചു പോകുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മീയ ചൈതന്യത്തിന്മേൽ നടത്തിയിട്ടുള്ള ക്രൂരമായ കടന്നുകയറ്റമാണ്. ഒരു ഭരണകൂടത്തിന്റെയോ ചില ഉദ്യോഗസ്ഥരുടെയോ ഒക്കെ തണലിൽ ഇത്രയും വലിയ ഒരു പാതകം ആ പുണ്യ സന്നിധിയിൽ അരങ്ങേറുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അരങ്ങേറി എന്ന് കേൾക്കുമ്പോൾ ഒരു യഥാർത്ഥ ഭക്തന്റെയും നെഞ്ച് ഏത് വിധത്തിലാണ് തളരുന്നത്, എങ്ങനെയാണ് അത് പൊട്ടിത്തളരുന്നതെന്ന് അത് അവന് മാത്രമേ മനസ്സിലാവൂ. ആചാരങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ, സംരക്ഷിക്കേണ്ടവർ തന്നെ, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഈ മഹാപാതകത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തി എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ, അതിലുള്ളവർ തന്നെ അഴിക്കുള്ളിൽ കിടക്കുമ്പോൾ, അതിലുള്ളവർ തന്നെ വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിക്കണം, നാം എങ്ങനെയാണ് നിശബ്ദരായിരിക്കുക എന്നുള്ളത്. ശ്രീകോവിലിന്റെ തിരുനടയിൽ ഭക്തർ തൊഴുതു വണങ്ങുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളെ സ്വർണം പോലെ ഇളക്കി മാറ്റി തഞ്ചാവൂരിലേക്കും മറ്റും കൊണ്ടുപോയതിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം പോലും കോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ്. ഭക്തരുടെ കണ്ണീരും പ്രാർത്ഥനയും കലർന്നിട്ടുള്ള ആ പുണ്യദ്രവ്യം ശാസ്ത്രീയ പരിശോധനകളുടെ പേരിൽ വീണ്ടും വീണ്ടും അശുദ്ധമാക്കപ്പെടുമ്പോൾ അയ്യപ്പന്റെ ചൈതന്യത്തെ അപമാനിക്കാൻ ശ്രമിച്ചവർ ആര് എന്ന് പുറത്തു കൊണ്ടുവരാൻ ഇത്രയേറെ വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഭക്തർക്ക് മനസ്സിലാകാത്തത്, കേരള ജനതയ്ക്ക് മനസ്സിലാകാത്തത്, മതേതര കേരളത്തിന് മനസ്സിലാകാത്തത്. ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലുകൾ, ഹൈക്കോടതിയുടെ കൈ നീളുമ്പോൾ മാത്രമാണ് ഇവിടെ ഫയലുകൾ അങ്ങോട്ട് അനങ്ങുന്നതും അന്വേഷണത്തിന് വേഗത കൂടുന്നതും പിന്നെ രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമായിട്ട് ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും എല്ലാം. എന്നാൽ ഈ ബാഹ്യമായിട്ടുള്ള നടപടികൾക്കൊന്നും ഭക്തജന ലക്ഷങ്ങളുടെ മനസ്സിന് ഏറ്റവും മുറിവ് ഉണക്കാൻ പറ്റുമെന്ന് ആരും കരുതരുത്. സ്വാമി അയ്യപ്പനെല്ലാം കാണുന്നുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ഭക്തന്റെ കാൽ കാശ് പോലും കണ്ണു വെക്കുന്നവർക്ക് കാലം കാത്തു വച്ചിരിക്കുന്ന ശിക്ഷ ചെറുതായിരിക്കില്ല. ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ മണ്ണില് ശബരിമല പോലെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്തരമൊരു അധർമ്മം നടന്നിട്ടും അതിനെ രാഷ്ട്രീയ തിടുക്കങ്ങൾ കൊണ്ട് മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ഭക്തരോടുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. ശാസ്ത്രീയ റിപ്പോർട്ടുകൾ, രാസപരിശോധനകൾ അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ഈ കള്ളന്മാരെയും അതിന് കൂട്ടുനിന്ന ഉന്നതന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ നമ്മുടെ പ്രതിഷേധം അവസാനിക്കാൻ പാടില്ല. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു എതിർപ്പല്ല, മറിച്ച് നമ്മുടെ പ്രാണനായ അയ്യപ്പനോടുള്ള ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഭാഗമാണ്. കാനനവാസന്റെ തിരുനടയിൽ വിശ്വസ്തയോടെ കാവൽ നിൽക്കേണ്ടവർ തന്നെ കള്ളന്മാരായി മാറുമ്പോൾ ആ കള്ളന്മാരുടെ മുഖം മൂടി വലിച്ചു കയറാൻ ഭക്തരായ അല്ലെങ്കിൽ ഈ മലയാളികൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. സ്വാമിയുടെ പൂങ്കാവനത്തെയും തിരുവാഭരണങ്ങളെയും സ്വർണ്ണപ്പാളികളെയും തൊട്ടുകളിച്ച് ഒരു ശക്തിയെയും ഇവിടെ സുഖമായി വാഴാൻ അനുവദിക്കാൻ പാടില്ല, വാണിട്ടില്ല എന്നതാണ് ചരിത്രം. യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ആരൊക്കെയാണോ അയ്യന്റെ മുതൽ കട്ടിട്ടുള്ളത്, ആരൊക്കെയാണോ അതിൽ കൈവച്ചിട്ടുള്ളത്, ഏത് പുനിതപുരനായാലും എത്ര ഉന്നതനായാലും അവനെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കള്ളനാണെന്ന് തെളിയിച്ച് അർഹമായ ശിക്ഷ കൊടുക്കുന്നത് വരെ മലയാളികൾ അല്ലെങ്കിൽ ഭക്തർ അവർ വിശ്രമിക്കരുത്, അവർ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. കോടതി മാത്രമാണ് നമുക്കിവിടെ ശരണം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ, അവരാരും നമ്മളെ തുണയ്ക്കുമെന്ന് കരുതരുത്. Different angles. Don't forget to subscribe and support this channel.